മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ അഭിനയ കുലപതി മോഹൻലാൽ. അതെ, നമ്മുടെ ലാലേട്ടനെ പറ്റിയുള്ള എല്ലാ വാർത്തകളും പെട്ടെന്ന് തന്നെ വൈറലാകും. അതായത് മലയാളത്തിന്റെ രണ്ട് അഭിമാന നക്ഷത്രങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും. ഇവരുടെ ഓരോ ചെറിയ ചെറിയ വാർത്തകളും വൈറലാകുന്നതിനപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് സ്വാഭാവികതയാണ് അതിൻ്റെ. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു സിനിമാ വാർത്തയാണ്. അതെ, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമാ വാർത്തയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം മോഹൻലാൽ ഒരു പോലീസ് വേഷത്തിലെത്തുന്നു. അതെ, മോഹൻലാലിന്റെ 365ാമത്തെ ഒഫീഷ്യലി ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ചിത്രത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ആഷിഖ് ഉസ്മാൻ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരിക്കുകയാണ്. അതായത് സിനിമ ഓൺ ആയെന്ന് ചുരുക്കം. കാരണം അതിന്റെ ഷൂട്ടിംഗ് മറ്റ് ഉള്ള വർക്കുകളൊക്കെ ഇനിയിപ്പോൾ ആരംഭിക്കാം. ലാലേട്ടൻ കൈകൊടുത്തു എന്ന് തന്നെയാണ് സാരം. ഈ വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു 12th മാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ, ലാലേട്ടനായിരുന്നു നായകൻ. OTT റിലീസായ സിനിമയാണ്. പക്ഷെ ആ സിനിമ മോഹൻലാൽ മുഴുനീള കഥാപാത്രത്തെയാണ്, പോലീസ് മുഴുനീള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. അതിൽ പക്ഷെ ഒരു സസ്പെൻഷനിലായ ഒരു പോലീസുകാരന്റെ ഒരു വേഷമായിരുന്നു മോഹൻലാലിന്. അതായത് ആളുകൾ ട്രോളുന്നത് പോലെ മോഹൻലാലിന് താടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു പിക്ക് പുറത്തുവിടുമ്പോൾ മോഹൻലാൽ അവർ ഒഫീഷ്യലായിട്ട് മോഹൻലാൽ ഒരു ഇതാണ്, പോലീസ് ഓഫീസറിന്റെ ഒരു കഥാപാത്രമാണ്, SIയുടെ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നതൊന്നും ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ഒന്നും ചെയ്തിട്ടില്ല. ആഷിഖ് ഉസ്മാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഇത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാ നിങ്ങൾക്ക് വേണ്ടി ഇത് ഒരു പുതിയൊരു വാർത്ത വരുന്നുണ്ട്, കൂടുതൽ അപ്ഡേറ്റുകൾ പിന്നീട് ഉണ്ടാവും എന്ന തരത്തിലുള്ള കൃത്യമായി എന്ന തരത്തിലുള്ള ഒരു അർത്ഥമാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ പറയാനുള്ളത്, ഈ ചിത്രത്തിന്റെ താഴെ കമന്റുകളുമായി പലരും എത്തി. അതൊരു കൗതുകം ഉണർത്തി എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഞാനൊരു കട്ട മോഹൻലാൽ ആരാധകനാണ്. മമ്മൂട്ടി, മോഹൻലാൽ എല്ലാ നടകളുടെ സിനിമയെ സ്നേഹിക്കുന്ന ഒരു ആരാധകൻ തന്നെയാണ്. മോഹൻലാൽ 2025 എന്നൊരു വർഷം മോഹൻലാലിൻ്റെതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് 2 സിനിമകളും സൂപ്പർ ഹിറ്റ്. എമ്പുരാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചതിന് ശേഷം വേൾഡ് പുറത്തുനിന്ന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ഒരു ഇന്ത്യൻ സിനിമയായി ഈ വർഷം മാറി എന്നുള്ളതാണ് സത്യം. മറ്റുള്ള സിനിമകൾ അതിന്റെ റെക്കോർഡ് തകർത്തിട്ടില്ല. 2ാം സ്ഥാനം ഹിന്ദി സിനിമയായ ചാവയ്ക്കാണ്. പിന്നെ തുടരും, അതൊരു വിന്റേജ് ലാലേട്ടനെ സ്വയം ട്രോളുന്ന ലാലേട്ടനേക്ക് തിരിച്ചു കിട്ടി. ആ ഒരു പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടി. ലാലേട്ടൻ സംവിധായകൻ തന്നെ ഉദ്ദേശിച്ച ലാലേട്ടന്റെ സ്ലീപ്പർ സെൽസ് ആയ നമ്മുടെ അമ്മുമ്മമാരും അപ്പന്മാരൊക്കെ വരെയും രാത്രി 12 മണിക്കും 1 മണിക്കും വരെയുള്ള ഷോകൾക്ക് കാണാൻ എത്തുന്ന ഒരു കാഴ്ച നാം തിയേറ്ററുകളുടെ മുമ്പിൽ കാണുവാൻ കഴിഞ്ഞു. തിയേറ്ററുകൾ ലാഭത്തിലാവുകയും ചെയ്തു. ആ ഒരു സിനിമ കൊണ്ട് കടങ്ങൾ തീർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് ഒരു പ്രത്യേകതയുണ്ട്. കാര്യം, മോഹൻലാൽ ഈ സിനിമയിൽ പോലീസ് വേഷത്തിൽ എത്തുന്നു എന്ന് പറയാൻ കാരണം, ഒരു വാഷ് ബേസിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇവർ ഫോട്ടോ എടുത്തിരിക്കുന്നത് അണിയറ പ്രവർത്തകർ മോഹൻലാലൊപ്പം. പക്ഷെ അതിന്റെ സൈഡിൽ ഒരു തൂക്കിയിട്ട് ഒരു പോലീസ് യൂണിഫോമും കൂടിയുണ്ട്. അതിനെ ഉദ്ധരിച്ചിട്ടാണ് ഈ മാധ്യമ വാർത്തകളൊക്കെ നടക്കുന്നത്. പക്ഷെ ആളുകളുടെ ഒരു കമന്റ് ആണ് കാണുന്നത്, മോഹൻലാൽ താടി പഠിക്കുമോ? അതായത് നമ്മളുടെ ഒടിയൻ സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ ഒരു ക്ലീൻ ഷേവോ അല്ലെങ്കിൽ മീശ വെച്ചൊരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2024 എന്നൊരു വർഷം ലാലേട്ടനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടേറിയ വർഷമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം 2024 ആദ്യം പുറത്തിറങ്ങിയ മലൈക്കോട്ടെ വാലിബനും പിന്നീട് പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബറോസും ഒക്കെ പ്രേക്ഷകർ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മലൈക്കോട്ടെ വാലിബനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ ബറോസ് തിയേറ്ററിൽ പോയി കണ്ടില്ല. കാരണം ഒരു ലാഗില്ലായിരുന്നെങ്കിൽ ആ സിനിമ പിടിച്ചാൽ കിട്ടില്ല. പക്ഷെ അത് മോഹൻലാൽ എന്ന നടനെ കുറ്റം പറഞ്ഞിട്ട് കാരണം അദ്ദേഹത്തിന്റെ ഫിസിക് അടക്കം, അഭിനയശേഷി അടക്കം വളരെ മികച്ചതായിരുന്നു. അതിന്റെ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ വളരെ മികച്ചത് തന്നെയായിരുന്നു. നല്ല കഥ. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ജോസ് പല്ലിശ്ശേരിയുടെ ഒട്ടുമിക്ക സിനിമകളും അങ്ങനെയാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹം ഒരു കാളവണ്ടി നടന്നു വരുന്ന ഒരു ഷോട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് നടന്നു വരുന്ന ആ ഒരു സമയം എടുക്കും ആ ഒരു ഷോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അദ്ദേഹത്തിന്റെ സിനിമകൾ ഒട്ടുമിക്ക സിനിമകളിൽ അങ്ങനെയാണ് പ്രതിനിധിക്കുന്നത്. പക്ഷെ ആ ഒരു ലാഗില്ലായിരുന്നെങ്കിൽ ആ ചിത്രം വേറെയൊരു ലെവലിലേക്ക് പോയാൻ എന്നാണ് അഭിപ്രായം. നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ കാര്യത്തിലേക്ക് വരാം. ഇതിൽ പലരും കമന്റ് ചെയ്തു, ഒരു താടിയില്ലാത്ത മോഹൻലാലാണോ വരുന്നത്, അല്ലെങ്കിൽ മോഹൻലാൽ എങ്ങനെ ശബരിമലക്ക് പോകാൻ നോമ്പെടുത്ത ഇട്ടിരിക്കുന്ന ഒരു പോലീസുകാരനായിട്ട് ഇതിനകത്ത് അവതരിപ്പിച്ചാൽ പിന്നെ താടി പഠിക്കണ്ടല്ലോ. നമ്മുടെ റിലീജിയസ് കസ്റ്റംസിന്റെ ഭാഗമായിട്ട് നമ്മൾ നോമ്പെടുക്കുന്ന സമയത്ത് താടിയോ നമ്മൾ നഖമോ മുടിയോ ഒന്നും മുറിക്കാറില്ല. ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനായിട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പലരും ട്രോളുന്നത് കണ്ടു. എന്തുകൊണ്ടാണ് ട്രോളുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം ഒടിയന് ശേഷം നമ്മുടെ ശ്രീകുമാർ മേനോൻ അദ്ദേഹത്തിന്റെ ഒരു സംവിധാനത്തിൽ ഒടിയന് ശേഷം മോഹൻലാൽ താടി മുഴുനീള താടി വടിച്ചിട്ട് ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല. അടുത്തതായി പുറത്തിറങ്ങാൻ പോകുന്ന സത്യനന്ദിക്കാടിന് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു ട്രിമ്മൊക്കെ ചെയ്ത താടിയായിട്ട് വന്നിരുന്നു. അപ്പോൾ മോഹൻലാൽ പോലീസ് വേഷത്തിനെത്തുമ്പോൾ താടിയൊക്കെ ഇല്ലാതെ ആയിരിക്കും അഭിനയിക്കുന്നത് എന്ന് അറിയാനാണ് ആഗ്രഹിക്കുന്നത് പ്രേക്ഷകർ. എന്നെ ആരും കമന്റ് ബോക്സിൽ ഒന്ന് ചീത്തൊന്നും പറഞ്ഞത്, ഞാൻ ഒരു കടുത്ത ലാലേട്ടൻ ആരാധകൻ തന്നെയാണ്. അദ്ദേഹത്തിന് മുഖത്ത് മിന്നിമറയുന്ന ഒരു ഭാവങ്ങൾ ഒരു ഇന്ത്യൻ സിനിമയിൽ ഒരു നടനും സാധിക്കില്ല എന്ന് നിങ്ങളോട് പറയട്ടെ. അതുകൊണ്ടാണ് പറയുന്നത് കമന്റ് ബോക്സിൽ എന്നെ തെറി പറയണ്ടായിരുന്നു. കാരണം ഇതൊരു കൗതുകം ഉണർത്തുന്നത്. ഇവർ പറയുന്നത് ഒന്നും നോക്കിയാൽ ശരിയല്ലേ. നമ്മുടെ ലാലേട്ടൻ ഒരു താടി മാറ്റിയൊന്നും അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകളും
വെക്കേണ്ടി വരും. പക്ഷെ മോഹൻലാൽ എന്ന നടനെ അതുകൊണ്ട് മാത്രം മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ലാലേട്ടൻ അവസാനിച്ചിട്ടില്ല. ലാലേട്ടന് തിരിച്ചു വരവാണെന്ന് തീർച്ചയായും ബോധ്യപ്പെടുത്തിയ ഒരു വർഷമാണ് 2025. ഈ സിനിമയുടെ കഥ എഴുതുന്നത് രതീഷ് രവി. അദ്ദേഹം ഒരു ഇഷ്ക് സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതി എന്നൊക്കെയാണ് പറയുന്നത്, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഇതിന്റെ സംവിധായകൻ നമ്മുടെ ഓസ്റ്റിൻ ഡാൻ തോമസ് ആണ്. അദ്ദേഹം വിജയ് സൂപ്പറും പൗർണമിയും പിന്നെ നമ്മുടെ തല്ലുമാല എന്ന സിനിമകൾ നടനായിട്ട് അഭിനയിച്ചതാണ്. പിന്നെ വേറെ ഏതോ സിനിമയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ചാം പാതിര എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ അദ്ദേഹം ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭമാണിത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനർ താൽക്കാലികമായി L365 എന്ന പേരിട്ടിരിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് വരാൻ പോകുന്നത്. ഏതായാലും ഈ ചിത്രത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ലാലേട്ട, ഈ താടി ഇരുന്ന ആരിക്കാണ് ഒരു പ്രശ്നം എന്നൊന്നും ചോദിക്കേണ്ട, അതങ്ങോട്ട് വടിച്ചു കളഞ്ഞുകൊണ്ട് വരൂ. നമുക്ക് സൂപ്പർ ഹിറ്റ് സിനിമ തന്നെ ആയിരിക്കും. എല്ലാ ആശംസകളും നേരുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ലാലേട്ടൻ ഒരു പഴയ ലാലേട്ടനൊക്കെ നമ്മൾ തുടരുമിലൂടെ കിട്ടിയെങ്കിലും ആ ഒരു വേറൊരു പോലീസ് കഥാപാത്രത്തിലൊരു ലാലേട്ടനെ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നു. സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ഒക്കെയാണ് പോലീസ് വേഷങ്ങൾ വളരെയേറെ മികച്ചതാക്കിയതെന്നും പറഞ്ഞ് ലാലേട്ടൻ ചെയ്തിരുന്ന പോലീസ് വേഷങ്ങൾ മോശമായിരുന്നില്ല. ഒരു പോലീസ് വേഷങ്ങളോട് അവർക്കായിരുന്നു. പക്ഷെ ലാലേട്ടൻ ചെയ്ത പല കഥാപാത്രങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ നടന്മാർക്കും ഓരോ പ്രത്യേകതയാണുള്ളത്. അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കാര്യം ഞാൻ വരാം. അതിന്റെ പിന്നിൽ ഒരു ചെയ്ത കാര്യം ഇത് മാത്രമാണ്. അപ്പൊ എന്നാരും കമന്റ് ബോക്സിൽ വന്ന് ചെയ്യണ്ട. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഇതൊരു പാതകമായി ചെയ്യുന്നതല്ല. ഞാനൊരു കട്ട ലാലേട്ടൻ ഫാനാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, മാപ്പ് പറയുന്നു നിങ്ങളോട്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. തീർച്ചയായും കമന്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു. അത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. തുടക്കക്കാരന്റെ പല തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാകാം, ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം.